എല്ലാവർക്കും ക്രിക്കറ്റ് പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടീം പ്രിവ്യൂവിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചെക്കൻ സഞ്ജുവിൻ്റെ ടീമിനെയാണ്, ദ രാജസ്ഥാൻ റോയൽസ്. കഴിഞ്ഞ 3 വർഷങ്ങളായി വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി ടീമിനെ അടിമുടി വാർത്തെടുത്ത് സഞ്ജുവിൻ്റെ പടക്കുതിരകളായി എല്ലാ ടീമിനെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് രാജസ്ഥാൻ. കഴിഞ്ഞ വർഷം ആദ്യം കളിച്ച 8 കളിയിൽ 7 എണ്ണവും ജയിച്ച് പ്ലേ ഓഫിൽ കയറിയ ടീമാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ. അതിന് മുന്നത്തെ സീസൺ ഫൈനലിസ്റ്റായി മാറിയ ടീമാണ് രാജസ്ഥാൻ. ഇത്തവണയും എല്ലാവരെയും ഞെട്ടിക്കാൻ പടക്കുതിരകളെപ്പോലെ നമ്മുടെ ചെക്കൻ്റെ ടീമും വരുന്നുണ്ട്. ക്യാപ്റ്റനായി സഞ്ജു സാംസൻ്റെ തന്ത്രങ്ങൾ ഇത്തവണ കാത്തിരുന്നു കാണാം. എല്ലാവരെയും ഞെട്ടിച്ച ആശയക്കുഴപ്പത്തിൽ ചാടിച്ച താരലേലമായിരുന്നു ഇത്തവണ രാജസ്ഥാൻ റോയൽസിൻ്റേത്. ലേലത്തിലുടനീളം ടീം മാനേജ്മെൻറ്റ് എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചതെന്ന് ഇന്നും ആരാധകർക്ക് വ്യക്തമായിട്ടില്ല. മുൻ സീസണുകളിൽ രാജസ്ഥാൻ ടീമിൻ്റെ നട്ടലായിരുന്ന ബട്ട്ലറെയും ബോൾട്ടിനെയും ചഹലിനെയുമെല്ലാം രാജസ്ഥാൻ ഇത്തവണ വിട്ടുകളഞ്ഞു. പൂർണ്ണമായും യുവതാരങ്ങളെ വിളിച്ചെടുത്ത രാജസ്ഥാൻ റോയൽസ് ടീം ഇനി വരാൻ പോകുന്ന സീസണുകൾ കൂടി മുന്നിൽ കണ്ട് തയ്യാറാക്കിയ പദ്ധതിയാണിതെന്ന് വ്യക്തമാണ്. പുതിയ സീസണ് മുന്നോടിയായി രാഹുൽ ദ്രാവിഡ് ഹെഡ് കോച്ചായി തിരികെ വന്നു. ജോഫ്ര ആർച്ചറും ഹസരംഗയും തീഷ്ണയും അടങ്ങുന്ന ബാലൻസ് ആയിട്ടുള്ള ബോളിംഗ് അറ്റാക്ക് തന്നെയാണ് ഇത്തവണ രാജസ്ഥാൻ്റെ പ്രധാന ശക്തികളിലൊന്ന്. സഞ്ജുവിൻ്റെ വിശ്വസ്തനായ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് സന്ദീപ് കൂടി ചേരുമ്പോൾ മികച്ചൊരു ബോളിംഗ് ലൈനപ്പ് തന്നെ രാജസ്ഥാനുണ്ടെന്ന് നിസ്സംശയം പറയാം. എന്നാൽ ഏറ്റവും വലിയ ദുർബലതയായി ഇത്തവണ കാണേണ്ടത് കാര്യമായ ബെഞ്ച് സ്ട്രെങ്ത് രാജസ്ഥാനില്ല എന്നതാണ്. പ്രധാന കളിക്കാർക്ക് പരിക്ക് പറ്റിയാൽ അതൊരു വലിയ പ്രശ്നമായി മാറും. താരതമ്യേന അനുഭവ സമ്പത്ത് കുറഞ്ഞ യുവതാരങ്ങളാണ് രാജസ്ഥാൻ്റെ സ്ക്വാഡിലുള്ളത്. അങ്ങനെ വരുമ്പോൾ സമ്മർദ്ദഘട്ടങ്ങൾ എങ്ങനെ മറികടക്കുമെന്ന് കണ്ടറിയണം. ഹെറ്റ്മെയർ മാത്രമായിരിക്കും മിഡിൽ ഓർഡറിലെ വിശ്വസ്തനെന്നതും മറ്റൊരു ഡ്രോബാക്കാണ്. വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേൽ ഇത്തവണ വിക്കറ്റ് കീപ്പറാവുമെന്ന് സഞ്ജു ഒരു ഇൻ്റർവ്യൂവിൽ സൂചിപ്പിച്ചിരുന്നു. ജുറേൽ എത്ര സമർത്ഥമായി ഈ റോൾ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയണം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ടീം എന്ന നിലയിൽ കഴിഞ്ഞ 3 വർഷത്തെ പെർഫോമൻസ് മാത്രം മതി സഞ്ജുവിൻ്റെ കീഴിലെ രാജസ്ഥാൻ്റെ പെർഫോമൻസ് അളക്കാൻ. അതുകൊണ്ട് തന്നെ പുതിയ കോച്ചാണ് രാഹുൽ ദ്രാവിഡ്. സംഘക്കാരുടെ കീഴിലാണ് കഴിഞ്ഞ 3 വർഷവും വിപ്ലവകരമായ മാറ്റങ്ങളും വിപ്ലവകരമായ പെർഫോമൻസും അവർ കാഴ്ചവെച്ചത്. എന്നാൽ പുതിയ കോച്ചായി വന്ന രാഹുൽ ദ്രാവിഡിൻ്റെ കീഴിൽ എപ്രകാരമായിരിക്കും രാജസ്ഥാൻ്റെ പെർഫോമൻസ് എന്നും രാജസ്ഥാനിൻ്റെ നിലവിലെ സാഹചര്യത്തിലെ കളികൾ എങ്ങനെയായിരിക്കുമെന്നറിയാൻ IPL ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. കീ പ്ലെയേഴ്സായ ബട്ട്ലറെയും ചഹലിനെയും ബോൾട്ടിനെയും ഒക്കെ വിട്ടുകളഞ്ഞത് രാജസ്ഥാൻ ഒരു തിരിച്ചടിയാകുമോ എന്നതും ഇത്തവണ ഉത്തരം നൽകാനിരിക്കുന്ന കാര്യമാണ്. എന്തായാലും കേരളത്തിലെ ഒട്ടനവധി സഞ്ജു ആരാധകർ കാത്തിരിക്കുകയാണ് രാജസ്ഥാൻ്റെ ഇത്തവണത്തെ പെർഫോമൻസിനായി. സഞ്ജുവിൻ്റെ കൈകളിൽ ഇത്തവണത്തെ IPL കിരീടം എത്തുമോ എന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുന്നു. സഞ്ജുവിൻ്റെ പെർഫോമൻസും മലയാളികൾ കാത്തിരുന്നു കാണുന്നതാണ്. മലയാളികൾക്കിടയിൽ CSK ആരാധകരും മുംബൈ ആരാധകരും ഒട്ടനവധി ഉണ്ടെങ്കിലും നമ്മുടെ ടീമിനെതിരെ ഏത് ടീം കളിക്കുമ്പോഴും സഞ്ജുവിൻ്റെ സഞ്ജു റണ്ണടിക്കണമെന്ന ആഗ്രഹം ഓരോ മലയാളി ക്രിക്കറ്റ് പ്രേമികളും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും റൺ മഴകളും 6 മഴകളും പെയ്യട്ടെ എന്നും രാജസ്ഥാൻ പ്ലേ ഓഫിലും മലയാളിയുടെ കയ്യിലേക്ക് IPL കിരീടം എത്തുന്നത് കാണാനുള്ള ഭാഗ്യം ഓരോ മലയാളികൾക്കും ഉണ്ടാവട്ടെ എന്നും നമുക്ക് കാത്തിരുന്നു കാണാം. എന്നിരുന്നാലും പെർഫോമൻസും എല്ലാം കൊണ്ടും രാജസ്ഥാന് മികച്ചൊരു സീസൺ ആവട്ടെ എന്നും നമുക്ക് നോക്കാം. പുതിയ സ്ക്വാഡിൻ്റെ അനാലിസിസും റിവ്യൂവുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്